കാസറ്റ് നിന്നെ കേൾപ്പിക്കും. അന്ന് പറയും, കർത്താവേ ഇതൊന്നും ഞാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ 2 സാക്ഷികളെ നിന്റെ വിസ്തരിക്കാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒന്ന് ആകാശത്തെ വിളിക്കും, 2 അവൻ ഭൂമിയെ വിളിക്കും. ആകാശമേ കേൾക്ക, ഭൂമിയെ. അപ്പൊ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റും അവിടെ ഓണാക്കും. വീഡിയോ ഓണാക്കുമ്പോഴാ ഇച്ചിരി കട്ടിയ. ഓഡിയോ കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും അത്രയും കാണുകയല്ല. എന്നാ വീഡിയോയുടെ കാണുമ്പോഴാ പാസ്റ്റർമാര് വിശ്വാസികളുടെ മുമ്പിൽ വീഡിയോ കാണുമ്പോൾ അയ്യോ, ദൈവം പറഞ്ഞത് നിന്നെ ഞാൻ ലജ്ജിപ്പിക്കും. വിശ്വാസി പറയും, അയ്യോ ഈ പാസ്റ്ററാണോ ഞങ്ങളെ ഉപദേശിച്ചത്? അയ്യോ ഈ പാസ്റ്ററാണോ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞത്? പാസ്റ്ററുടെ മുഴുവനും കാര്യം വീഡിയോ വെളിപ്പെടുകയല്ലേ. എന്തെല്ലാമാ ഇവൻ കാണിച്ചു കൂട്ടിയത്, അത് മുഴുവനും വീഡിയോയിൽ ഇങ്ങ് തെളിയുകയല്ലയോ. നിനക്ക് കുറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ അപ്പൻ വെളിപ്പെട്ട് വരിക, വീഡിയോ കാസറ്റ് ഓഡിയോ കൂടെ. വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഭാര്യ കണ്ടതാണ്, മക്കൾ അയ്യോ എന്റെ ഡാഡിയാണോ ഇത്? നിന്നെ ഞാൻ ലജ്ജിപ്പിക്കും. മക്കളുടെ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയുടെ വീഡിയോ കാണുമ്പോൾ അതുവരെ നല്ല വെള്ളം ചുമഞ്ഞ് നടന്നവരൊക്കെ ഉണ്ടല്ലോ, മാന്യനായി നടന്നവൾ ഒടുവിൽ ഈ വീഡിയോ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ഇന്ന് നീ മാനസാന്തരപ്പെട്ടോണം. നിന്റെ സഹോദരങ്ങൾ, നിന്റെ അമ്മയപ്പന്മാർ, നിന്റെ മക്കൾ, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ സഭയിലുള്ള സകല വിശ്വാസികളും ഇത് കാണും. ഇത് ഞാൻ പറയില്ലായിരുന്നു. ജോൺസൺ പാസ് തൊട്ട് വെച്ചേച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തുടങ്ങിയത്. ഇതെല്ലാം ഈ പാസപ്പച്ചൻ്റെ ഉള്ളിലിരിക്കുക, ഈ വചനമൊക്കെ. മനസ്സിലായല്ലോ? ഇനി നിനക്ക് അവസരമുണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കണം. കുറവുകളും കുറ്റങ്ങളും ഈ നേറ്റു പറഞ്ഞു, അത് നീ ഉപേക്ഷിക്കണം. നിന്റെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാൽ ഞാനിത് പഞ്ഞി പോലെയാക്കും. നമുക്ക് തങ്ങളിൽ വാദിക്കാം. മനസ്സിലായെങ്കിൽ സ്വത്രം ചെയ്യാം. യെശയ്യാവിന്റെ പുസ്തകം ഞാനിപ്പോ വായിച്ചത്. മനസ്സിലായല്ലോ? ആരും ന്യായീകരിക്കരുത്. ദൈവസന്നിധിയിൽ ആർക്കും ന്യായീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഓഡിയോ കാസറ്റും പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ ഓഡിയോ തുറക്കും, വീഡിയോ കാസറ്റും കാണിക്കും. ചില പാസ്റ്റർമാരുടെ നല്ല പിള്ളേർ, ഞാൻ അവർ കുഴപ്പം ചെയ്യത്തില്ല. ചിലപ്പോൾ വീട്ടിനകത്ത് വെച്ചായിരിക്കാം വേറെ ആളുകളെ കൊണ്ട് കുപ്പി വരുത്തി നിന്റെ മുറിയിൽ നീ ആരും അറിയാതെ, ഭാര്യയും മക്കളും പോലും അറിയാതെ ബെഡ്റൂമിൽ വെച്ച് നീ പെഗടിച്ചിട്ട് കിടക്കുന്നത് വരെ വീഡിയോ കാസറ്റിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഇന്ന് മാനസാന്തരപ്പെട്ടോണം പാസ്റ്ററേ. വീഡിയോയിൽ വന്നിട്ടുണ്ട്. അവിടെ ഓഡിയോ ഇല്ല, ഓഡിയോ ഉണ്ട് കേട്ടോ. വെള്ളം കുളുകുളന്ന് കുപ്പിക്കകത്തുനിന്ന് ഗ്ലാസ്സിലെടുത്ത് കുളുകുളുന്ന് കേൾക്കും. ഓഡിയോയും കേൾക്കും. ഓഡിയോയും കേൾക്കും. എൻ്റെ കൊച്ചുമോൻ പറഞ്ഞു ഓഡിയോയും കേൾക്കുമെന്ന്. വല്യപ്പച്ചൻ പറയുന്നത് കൊച്ചുമോൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഓഡിയോയും കേൾക്കും. ഓഡിയോ കേട്ടിട്ടില്ലെങ്കിൽ വീഡിയോ നിനക്ക് കാണാം. അതുകൊണ്ട് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് സുവിശേഷം വരെ ചെയ്തു. മനസ്സിലായല്ലോ? അവിടെ ഇവിടെ കിടന്ന് അത്ര ഞാൻ പറയുന്നുള്ളൂ.
ദൈവകോപത്തിനിടം കൊടുക്കരുത്. ഞാനും കഴിവെങ്കിൽ ഇങ്ങനെ വരികയാ കയറി. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ഇടയിൽ വരും. അപ്പോൾ പാപപ്രവർത്തനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കും. അതിക്രമങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ട് വെച്ചിരിക്കുക. ആ മുദ്രയിട്ട് വെച്ചിരിക്കുന്നത് അവസരം വരുമ്പോഴേ ഈ മുദ്ര പൊട്ടിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 65 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ മുദ്രയിട്ട് വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കി. സ്വന്തമായ അഭിപ്രായത്തിൽ വഴിതെറ്റി നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ദൈവം പറയുന്നത് ഞാൻ ഇടപെടാതെ കൈ നീട്ടുകയാ. ദൈവത്തിന്റെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും ദൈവത്തെ കോപിപ്പിക്കുന്നു. എന്നിട്ട് ജനമായി അവിടെ ഇവിടെയൊക്കെ പോകും. ബലി കഴിപ്പിക്കാൻ എവിടെയൊക്കെ പോകും എന്നറിയാമോ? അവിടെ കൃപാസനത്തിലും പോകും, പിന്നെ മണികക്ഷമ്പലത്തിലും പോകും, 8 നോയമ്പ് നോക്കി മണർകാട് പള്ളിയിലും പോകും. നോയമ്പാ, ഉപവാസമാ, പക്ഷെ 8 നോയമ്പാ. അത് നോക്കി എവിടാ പോകുന്നത്? പള്ളിയിൽ ദൈവസ്ഥലിൽ അല്ലിരിക്കുന്നത്. അവിടെ ചെന്ന് പിടിപ്പണം വാരിയിട്ടു മെഴുകുതിരിയും കത്തിച്ച് അവിടെ പറയേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ എല്ലായിടത്തും പോയി ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവരോട് പറയുക, എന്താ, തോട്ടങ്ങളിൽ നിങ്ങൾ ബലി കഴിക്കുകയും ഉണ്ടോ, ഇച്ചിയൊക്കെ പറക്കി വെച്ച് ധൂപം കാട്ടുകയും അവിടെ കൊണ്ടുവന്ന് ആഴി കൂട്ടുകയൊക്കെ ഗുഹകളിൽ രാപാർക്കുകയും പന്നിയിറച്ചി, ഇതിനകത്ത് ആരൊക്കെയോ പന്നിയിറച്ചി സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനും തിന്നിട്ടുണ്ടോ എന്നാ എനിക്ക് തോന്നുന്നു. പന്നിയിറച്ചി തിന്നുകയും ചിലരുടെയൊക്കെ നെഞ്ചത്തിൽ ഇടിപ്പ് തുടങ്ങി പെട്ടെന്ന് ഇടിക്കുന്നു. ഇവിടെ കേൾക്കാ ശബ്ദം, പെട്ടെന്ന് ഇടിക്കുന്നത്. പന്നിയിറച്ചി തിന്നുകയും നിന്നേക്കാൾ ഇപ്പം മൂക്കിൽ കൂടെ പുക, മനസ്സിലായല്ലോ? അതൊന്നുകൂടെ പോയി വീട്ടിൽ നിന്ന് ശരിക്കും വായിക്കുക. എന്നിട്ട് അത് ദൈവം പറയുന്നു, എന്റെ പുസ്തകത്തിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കില്ല കേട്ടോ. അവരുടെ മാറിടത്തേക്ക് തന്നെ ഞാനത് ഇത് ചെയ്യും, പകരം വീട്ടു. ന്യായാസനത്തിന് വരുമ്പോൾ ഇതെല്ലാം നടക്കാൻ പോകുകയാണ്. അപ്പോൾ മജിസ്ട്രേറ്റ്, സെക്ഷൻ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, അത് കഴിഞ്ഞ് ദയാഹർജി, ഈ ലോകത്തിലുള്ളതാ. എന്തൊക്കെയാ ഉള്ളത്? മജിസ്ട്രേറ്റ് കോടതി, സെക്ഷൻ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ലാസ്റ്റ് കോടതി എവിടാ? ദയാഹർജി കൊടുക്കുന്നത് പ്രസിഡന്റിന്റെ കയ്യിലാണ്. എല്ലായിടത്തും പോയി ശിക്ഷ വാങ്ങിച്ചാൽ അവസാനം ദയാഹർജി കൊടുക്കുക പ്രസിഡന്റിന്റെ കയ്യിൽ. ഇന്ന് പകൽക്കാലം സർവശക്തരായ ദൈവത്തിന്റെ സന്നിധിയിൽ നീയും ഞാനും നമ്മളും ചെയ്തു പോയ തെറ്റിന് നമ്മളെ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിക്കളയാനിരിക്കത്തക്ക കുറ്റകൃത്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തോട് ദയാഹർജി അപേക്ഷിക്കുക. മനസ്സിലായെങ്കിൽ കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ എന്നിങ്ങനെ ഈ ലോകത്തിൽ ഉണ്ട്.
അത് ദൈവജനം നമ്മൾ പഠിക്കുമ്പോൾ സഭാപ്രസംഗിയിൽ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം നല്ലതും തീയതുമായത് നിങ്ങൾ വായിച്ചു. ദൈവം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളുമായി ന്യായാവിസ്താര സഭയിൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താര സഭയിൽ വരുത്തുമല്ലോ. നീ രഹസ്യമായി ആരും അറിയത്തില്ല ഞാൻ ചെയ്തത്, ആരും അറിയത്തില്ല എന്ന് രഹസ്യമായി ചെയ്തു കൂട്ടിയ സകല തെറ്റുകളും തമ്പുരാൻ ന്യായവിസ്താരത്തിൽ അവിടെ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഭാര്യ അറിയാതെ മക്കളറിയാതെ ഭർത്താവ് ചെയ്തതും, ഭർത്താവും മക്കളും അറിയാതെ ഭാര്യ ചെയ്തു കൂട്ടിയതും, അപ്പനും അമ്മയും അറിയാതെ മക്കൾ ചെയ്തതും, മനസ്സിലായോ? ഇതെല്ലാം പുറത്തു വരും. ഇന്ന് നീ നല്ല പിള്ള ചമഞ്ഞ് നടക്കേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ നല്ല പിള്ള ചമഞ്ഞ് നടക്കേ, ഇതെല്ലാം പുറത്ത് ഒരു ദിവസം വരും. വിശ്വാസിയായി നടന്ന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരും. അല്ലെങ്കിലും വരും. വിശ്വാസിയായി നടന്നില്ലെങ്കിൽ തന്നെയും വരും. മക്കളെ നേരെയാക്കാൻ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയി പത്മം ജപിച്ച് മക്കളുടെ അകത്ത് കൊടുത്തതും, ഭർത്താവിനെ നേരെയാക്കാൻ എങ്ങാണ്ടൊക്കെ പോയി ഏതാണ്ടെല്ലാം കൊണ്ടുവന്ന് ഭർത്താവിനകത്ത് കൊടുത്തതും എല്ലാം പുറത്തു വരാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം നീ മാനസാന്തരപ്പെട്ടോണം, തെറ്റുകൾ തിരുത്തിക്കോണം. ചെയ്തു പോയ തെറ്റിനെ പറ്റി തമ്പുരാൻ നിന്നെ ന്യായം വിധിക്കാൻ അതിന് പോവുകയാണ്. സമയം അടുത്തിരിക്കുകയാണ്. മനസ്സിലാക്കി നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ന്യായ വിസ്താര സഭയെ വരുത്തും. പോലീസ് സംഭവ സ്ഥലത്ത് വന്ന് നഗസർ എഴുതി കോടതിയിലെത്തിക്കുന്നു. ഇതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് നീയും ഞാനും ചെയ്ത ആ സംഭവങ്ങൾ ചെയ്ത സ്ഥലത്ത് സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് ആ സംഭവം രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മറന്നു പോകരുതേ. പാസ്റ്റർമാര് മറക്കരുത്. ഈ വേദപുസ്തകം കൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകുന്ന പാസ്റ്ററെ നീ ഇത് മറന്നു പോകരുത്. പോലീസ് സംഭവസ്ഥലത്ത് അന്വേഷണത്തിന് വന്ന ആ സംഭവസ്ഥലമെല്ലാം വന്ന് കണ്ട് കേട്ട് രേഖപ്പെടുത്തി തെളിവുകൾ സൂക്ഷിച്ചു അവരുടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് സംഭവ സ്ഥലത്ത് നീയും ഞാനും എന്തെല്ലാം നല്ലതും തീയതും ദുഷ്ടത ചെയ്തോ ആ സംഭവ സ്ഥലത്ത് വന്ന് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടല്ലോ ഉണ്ടോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. അതുപോലെ കുറ്റക്കാരനെ ഹാജരാക്കുമ്പോൾ ഈ പോലീസ് വന്ന് എഴുതിയ ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, അത് കുറ്റക്കാരനെ ഹാജരാക്കുമ്പോൾ ഇത് വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോൾ ലാസ്റ്റിൽ കുറ്റം സമ്മതിച്ചേ മതിയാവും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ 25-ാം അധ്യായം 31 മുതൽ അല്ലെങ്കിൽ 46 വരെ വായിക്കുമ്പോൾ കുറ്റം സമ്മതിച്ച് അവസാനം സമ്മതിച്ചൊടുവിൽ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. വായിച്ച് മനുഷ്യപുത്രൻ സകല നല്ല തേജസ്സോട് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൊണ്ടുവരും. അവരെ എന്ത് ചെയ്യും? ഇടയന്മാര് ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചോ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും
കോലാടുകളെ ഇടത്തും. ഓക്കെ, എന്നിട്ട് വലത്തുള്ളവരോട് പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അടുത്തത് അവരോട് പറയുക, എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, എനിക്ക് നഗ്നതയിൽ കൂടി ഞാൻ കടന്നു വന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലവരോടാ പറഞ്ഞത്, ഞാനിങ്ങനെയൊക്കെ ആയപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു. അപ്പം ചില നീതിമാന്മാരുണ്ട്, നമ്മുടെ സഭയ്ക്കകത്തൊക്കെ നീതിമാന്മാർ ഒരുപാടുണ്ട്. ചില നീതിമാന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ എപ്പോഴാ നിന്നെ വിശന്ന് കണ്ടത്? ഭക്ഷിപ്പാൻ തരാൻ തക്കവണ്ണം എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കണ്ടത്? നീ വിശന്നിലേക്ക് നടക്കുന്നത്, നീ ദാഹിച്ചു വരഞ്ഞ് നടന്നത് എപ്പോഴായിരുന്നു? ഞങ്ങൾക്ക് കുടിക്കാൻ തരാൻ ഞങ്ങൾ തരണമെങ്കിൽ നീ എന്നായിരുന്നു? എപ്പോഴാണ് അതിഥിയായി നീ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിന്നെ ചേർക്കാതിരുന്നത്? നഗ്നനെ കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്യുന്നത്? രോഗിയായി നീ എവിടെ കിടന്ന് ഞങ്ങൾ നിന്നെ കാണാൻ? തടവില എങ്ങനെയായി? എപ്പോൾ കണ്ടിട്ടാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു? അത് നീതിമാന്മാരുടെ ചില ചോദ്യങ്ങളാണ്. ഇതിനകത്തുകൊണ്ട് ചില നീതിപതികളും. രാജാവ് അവനോട്, എന്റെ ഈ ചെറിയ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മനസ്സിലായോ? ഒരു പാവപ്പെട്ടവൻ വന്നാൽ അവന്റെ പെണ്ണിനെ കെട്ടിക്കുവാൻ അല്പ പൈസ ചോദിച്ചാൽ, ഇവിടെ ഒന്നില്ല പൊക്കോ. ഒരിക്കലെ ഞാനിവൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററും ഒരു ബന്ധക്കോസ് വലിയ പ്രസ്ഥാനം അതിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഒരു സഹോദരി പാവപ്പെട്ട പെണ്ണും അതിൻ്റെ അമ്മയുമായിട്ട് വന്നു. കണ്ടാൽ തന്നെ അറിയാം, വെറും പാവങ്ങളാണ്. ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, പാസേ ഇവിടെ ഇന്ന ആളുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇപ്പം ചെന്നാൽ കാണാം, അല്ല കുറച്ച് കഴിഞ്ഞാൽ കാണത്തില്ല. എന്താ? ഇവിടെ കല്യാണം നടത്താനാ, ചില പൈസ വേണം, അതിനു വേണ്ടി വന്നതാ. ഏതും ചെയ്തു പോകുന്നതിന് മുമ്പേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നടന്ന സംഭവം ഞാൻ ഈ പറയുന്നു. അവൻ്റെയൊക്കെ അന്യഭാഷ കേട്ടാൽ ആ വലിയ ടെറസൊക്കെ പൊളിച്ചു പരിശുദ്ധാത്മാവ് ഇവനെ പൊക്കിക്കൊണ്ട് പോയതുപോലെ തോന്നുന്നു. ഒടുവില് ചോദിച്ചിട്ടിറങ്ങി വന്നപ്പോൾ എന്താ ദുഃഖിച്ചു വരുന്നു? എന്ത് പറ്റും? അവർ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർക്ക് തരാൻ ഇവിടെ ഒന്നുമില്ലെന്ന്. അതെങ്ങനെ നിങ്ങളുടെ ആൾക്കാർ? നിങ്ങൾ ഹിന്ദുവാണോ? അല്ല. പിന്നെ ക്രിസ്ത്യാനിയാണ്. പിന്നെ അവരങ്ങനെ നിങ്ങളുടെ ആൾക്കാരെന്ന് പറയും. ഞങ്ങൾ CSIക്കാരാ. ഓഹോ, അതുകൊണ്ടായിരിക്കും. പൊയ്ക്കോളാൻ പറയും. ഞങ്ങളിൽ ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഞങ്ങളിൽ ഒന്നുമില്ല. ഏതായാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും അവർക്കൊരു മാനസാന്തരപ്പെടാൻ എന്ന് പറഞ്ഞ്. മനസ്സിലായോ? നിങ്ങളെക്കാൾ ചെറിയവന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തു. അപ്പോൾ ദൈവവചനം കറക്റ്റായിട്ട് ഒരു ദൈവവേദിയിൽ പാലിക്കണം. നിന്റെ പ്രവൃത്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരിക്കലും ഒരു മർത്തവമായ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പാസേ, എൻ്റെ പെണ്ണിന് ചെറുക്കൻ വന്ന് കണ്ട്, ഡൽഹിയിലാ ചെറുക്കൻ ഒന്ന് കണ്ട്, പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കണ്ടതാ, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറുക്കനെയും പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കല്യാണമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണമൊക്കെ വേണം. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വിശ്വാസത്തെ ഞാൻ പറഞ്ഞു, സമ്മതിക്കുക, അടുത്താന്ന് പറ. ഉള്ളി അങ്ങ് സമ്മതിച്ചു. എല്ലാം എൻ്റെ പോക്കെല്ലാം വിശ്വാസത്തിലാണ്. ഒടുവിൽ സംഭവം എടുത്തപ്പോൾ പറഞ്ഞു, അടുത്ത ആഴ്ചയിലത്തേക്ക് നിശ്ചയം വെച്ചോട്ടെ. വിശ്വാസത്താൽ വെച്ചു. അടുത്ത ആഴ്ച വേണ്ട, അടുത്ത മാസത്തിലാക്കി. ആയിക്കോ, ഉപവാസം കെടുത്തു. പൈസയില്ല. ഞാൻ വിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞ് ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് കേട്ടോണ്ട് അവർ ചെയ്തു. ഒടുവിൽ ഒന്നും കൊടുക്കാനില്ല, ഒരു 1.5 ലക്ഷം രൂപ. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി ചെറിയൊരു പോക്കറ്റ് മണി പോലെ കൊടുക്കണം. ശരി, കൊടുക്കാം. ഞാനൊരാളോട് ഇച്ചിരി പൈസ വായ്പ ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. വേറൊരാളോട് ചോദിച്ചു, എൻ്റെ വേറൊരു സ്നേഹിതനോട് ചോദിച്ചു, ഇല്ല, ഒന്നുമില്ല പാസ്റ്റർ. ഇപ്പം എന്താ മാർഗം? ഒരു പാട്ട് പാടുന്നില്ലയോ, എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പറ്റി പാട്ടില്ലേ, എന്താ ഇപ്പം ചെയ്യുക എന്ന് പറഞ്ഞോളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ ഇപ്പം ചെയ്യുക? ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം തരാം, അതുകൊണ്ട് പണയപ്പെടുത്തി 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് ആ പെണ്ണിന് സ്ത്രീധനം കൊടുത്തു. എനിക്കാണെങ്കിൽ ഇവിടുന്ന് സ്വോത്രകാഴ്ച നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും കിട്ടാൻ അത് ഉള്ളൂ. പിന്നെ ഞങ്ങൾ അരിയൊക്കെ വാങ്ങിച്ച് ഞാനും പിള്ളേരും ഭാര്യയും കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസേ, മത്തോമക്കാരില്ലയോ, അവർക്ക് എന്ത് പേര് വേണം, ചില വേണം. അപ്പം ഞാൻ പറഞ്ഞ പെണ്ണിൻ്റെ കാതിലും കഴുത്തിലും കിടക്കുന്നതോ, അത് വരവാ, നോവൽറ്റിയാ, അതുകൊണ്ടാണ് നടക്കുന്നത്. ഒടുവില് നടന്ന സംഭവമാണ് ഞാനീ പറയുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തോട് ഞാൻ ഈ സങ്കടമൊക്കെ പറഞ്ഞു. ഞാനിതെല്ലാം ഇങ്ങനെയൊക്കെ ഇന്ന് കരയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, പാസ് എൻ്റെ പപ്പയോട് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കും. പോപ്സൻ. ഞാൻ അപ്പോഴേ കൂടെയുള്ള എൻ്റെ സ്നേഹിതനെ വിളിച്ച് കാറ് ഓടിക്കെടുത്തോളാൻ പറയും. കാറ് എടുത്ത് പോപ്സൻ്റെ അടുക്ക് ചെന്നു. അവിടെ ഇരുന്ന്, എന്താ പാസ്റ്റേ വന്നത്? ഞാൻ പറഞ്ഞൊരു ചെറിയ ആവശ്യം. പാസ്റ്റർക്കോ? ഒരു ചെറിയ ആവശ്യമുണ്ട്. എന്താ? ഞാൻ ഉടനെ പറഞ്ഞു, ഇന്നതുപോലൊരു സംഭവമാണ്. ഓഹോ. ഉടനെ പുള്ളി ഇവിടുന്ന് ഫോണെടുത്തു, വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ആരെയാ വിളിക്കുന്നേ? തിരുവല്ലായിലെ രാജൻ ജുവലറിലെയാ. അവനെയാ വിളിച്ച, രാജനെ. എൻ്റെ പാസ് വരുന്നുണ്ടോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എടുത്തു കൊടുക്കാൻ പറയും. എത്ര മണിന് കൊടുത്തേക്കാൻ പറയും. അന്നത്തെ കാലത്ത് ഞാനവിടെ പിറ്റേ സൗകര്യമായിട്ടോടെ ചെന്ന് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് അവർ 1 ലക്ഷത്തോളം അടുത്ത ആഭരണങ്ങളെല്ലാം എടുത്തു. വിശ്വാസത്താൽ 5 പൈസയില്ലാതെ വെറും തെണ്ടിയെപ്പോലെ ജീവിക്കുന്ന ഞാനത് ചെയ്തത്. സത്യമായി ഇവിടുന്നുണ്ട് ഈ പറയുന്നത്. മനസ്സിലായോ? ലക്ഷങ്ങളും കോടികളും ബാങ്ക് ബാലൻസ് ഉള്ളവന്റെ പാസ്റ്റർമാരെയൊക്കെ വീട്ടിൽ അവർ ചെന്ന് മുട്ടി.
പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, അരുതേ അരുതേ അരുതേ. ദൈവം പറഞ്ഞല്ല കൊടുക്കാനൊക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സാക്ഷി, അവരുടെ കണ്ണുനീര്, അവരുടെ ഭാരം, അവരുടെ പ്രയാസം കണ്ടപ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് തോന്നി. എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിച്ചു. മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കാം. ഒന്നല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത സംഭവമുണ്ട്. ഒടുവിൽ എൻ്റെ കയ്യിൽ കൈ പറഞ്ഞു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ സാറെ വിളിച്ചൊരു സങ്കടം പറഞ്ഞു. അദ്ദേഹം ആ സങ്കടം കേട്ട് അദ്ദേഹം എന്നെ ഒന്ന് സഹായിച്ചു. പാസ്റ്റർ പോയി ചെയ്യാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നടന്ന അദ്ദേഹം ഇപ്പോൾ നമ്മുടെ 14 ജില്ലയിലെ കമ്മീഷണറാണ്. ഇപ്പോൾ വേറൊരു സ്ഥലത്തും അദ്ദേഹത്തിന് അതെവിടെ ലക്ഷദ്വീപിലെയും കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ ഗവൺമെൻറ് നിയോഗിച്ചു. അപ്പം അദ്ദേഹം കേരളത്തിലെ തന്നെ കമ്മീഷണറല്ല, ലക്ഷദ്വീപിലെ കമ്മീഷണറാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ അവരുടെ സങ്കടം അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിനും പരിശുദ്ധാത്മാവില്ലെന്ന് തോന്നുന്നു, എനിക്കും പരിശുദ്ധാത്മാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങളിതൊക്കെ ചെയ്യുന്നു. പരിശുദ്ധാത്മാവുള്ളവരോടൊക്കെ ആത്മാവ് പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആത്മാവ് പറഞ്ഞനുസരിച്ച് അവർ ചെയ്തില്ല. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട് ഞങ്ങളതങ്ങ് ചെയ്തു. എന്നോടുകൂടെ എൻ്റെ ചില പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ബഹുമാനപ്പെട്ട കമ്മീഷണർ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളിലും ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തലമുറയുടെ കൂടെ വരെ ഞങ്ങളുണ്ട് എന്ന് ഞാനിപ്പോൾ അദ്ദേഹത്തെ ഓർപ്പിക്കുക. ഞാൻ പറഞ്ഞത്, ദൈവം നോക്കുന്നത് നമ്മളെക്കാളും നിങ്ങളെക്കാളും ചെറിയവന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവം പറയുക, അത് എനിക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? പാസ്റ്റർമാർ 3-4 ഇവിടെ ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? പാസ്റ്റർക്കൊന്നും ഇല്ല എങ്കിലും ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ ജീവിതത്തിൽ യാഗല്ലാതാരുമില്ലേ ഇതുവരെയും നിമേലും ഇതുവരെയും നിമേലും ജീവിതത്തിൽ യാഗല്ലാതാരുമില്ലേ ഇതുവരെയും ഇനിമേലും ഇതുവരെയും നീമ്പേലും മുന്തിരി വള്ളിയൻ കൊമ്പുപോലെ നിന്നിൽ വസിച്ചിടും ഞാൻ. മുന്തിരി വള്ളിയൻ കൊമ്പുപോലെ നിന്നിൽ വസിച്ചിടും ഞാൻ. എൻ ബലങ്ങളല്ല നീ അറിഞ്ഞോ, ചെത്തിമീനുക്കിടണമേ. എൻ ബലങ്ങളല്ല നീ അറിഞ്ഞോ, ചെത്തിമീനുക്കിടണമേ. എൻ ജീവിതത്തിൽ യാഗല്ലാരുമില്ലേ ഇതുവരെയും ഇനിമേലും ഇതുവരെയും ഇനിമേലും. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ പ്രവൃത്തിയെ വീക്ഷിച്ചു. ഒരിടത്തെയും പൈസകൾ കൊടുക്കണം.
നിവൃത്തിയില്ല. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഞാൻ, വിദേശ ഫണ്ടില്ലാത്ത ഞാൻ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ ഇടുന്ന തുച്ഛമായ ചില പൈസകൾ, നല്ല പൈസയുള്ളവരിവിടെ വരാറുണ്ട്. അവർ പറഞ്ഞു കേട്ടതനുസരിച്ച് അവരോട് വരുമ്പോൾ തങ്കച്ചൻ പാസ്റ്ററുടെ വീടും ഈ ഹോളും പാസ്റ്ററെ കാണുമ്പോൾ 500 പൊക്കിച്ച് എടുത്ത് ചില്ലറ മാറി 10 രൂപ ഇട്ടിച്ചു പോകുന്ന ആൾക്കാരാണ്. ഞാൻ കള്ളമല്ല പറയുന്നത്, സത്യമായി പറയുന്നത്. അവരുടെ വൻ കാര്യങ്ങൾ അവരെ പലയിടത്തും പോയി സാധിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ സാധിച്ചു കിട്ടിയപ്പോൾ 500 പൊക്കിച്ചു അങ്ങനെ കിട്ടുന്ന 10 രൂപയും ചിലപ്പോഴാണെങ്കിൽ കിഴിഞ്ഞതൊക്കെയാ. കഴിഞ്ഞിടെ ആ 10 രൂപ എല്ലാം നോക്കിയപ്പോൾ 5 പൈസയ്ക്ക് കൊള്ളാത്ത കീറിയതും പൊട്ടിച്ചതും ചവിട്ടതും കിഴിഞ്ഞതും തീ കത്തിയതും ഒക്കെ ഒരുപാടുണ്ട്. വേണ്ടാത്തതെല്ലാം പാസ്റ്റർക്ക്. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? താണ്ടിരിക്കുന്ന അദ്ദേഹം ആ പൈസ എണ്ണുന്നു. ഇതെല്ലാം തങ്കച്ചൻ പാട്ടിരുന്നോട്ടെ. ഇങ്ങനെ കിട്ടുന്ന പൈസകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അവരെയൊക്കെ അടയ്ക്കണ്ടേ? 1.5 ലക്ഷം മറ്റേത് കൊടുക്കണ്ടേ? 1 ലക്ഷത്തോളം പണം അവരുടെ ആഭരണം മാറ്റിയെടുത്ത് കൊടുക്കണ്ടേ? ഇല്ല. ഒടുവിലെ എൻ്റെ ഭാര്യയെ കൊണ്ട് ബ്ലേഡുകാരിൽ നിന്ന് വരെ പൈസ എടുപ്പിക്കും. ഇവിടെ പാണ്ടിക്കാർ വരും, തമിഴന്മാർ. അവരുടെ നിന്ന് പൈസ എടുപ്പിച്ചു ആഴ്ചയിൽ അവർക്ക് കൊടുക്കും. അങ്ങനെ എടുത്തത് വീട്ടിൽ. ഇവിടുന്ന് കിട്ടുന്ന പൈസ, തുച്ഛമായ പൈസ അവർ വരുമ്പോൾ അവർക്ക് എണ്ണി കൊടുക്കും. ചിലപ്പോൾ പട്ടിണിയൊന്നും ആയിട്ടില്ല. സാധാരണക്കാരൻ കഴിക്കുന്ന പോലെ കഞ്ഞിയും കുടിച്ചു, മുളകും ഉടച്ച്, ചിലപ്പോൾ ചെറുപയറും കഴിക്കും. തങ്കച്ചൻ പാസ്റ്ററും പെമ്പിളയും മക്കളും തേണ്ടാ മിന്നുന്ന കണ്ടോ? ഒരു കുഴപ്പമില്ല. സ്വർഗീയ ജീവിതമല്ലേ? മനസ്സിലാക്കി സ്വപ്നം ചെയ്യാ. അതാ തങ്കച്ചൻ പാസ്റ്റർ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നവനാ. പക്ഷേ ഈ പ്രവർത്തനം ചെയ്യുമ്പോഴും പിശാചിൻ്റെ ആത്മാവ് പലപ്പോഴും നമ്മളെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും നമ്മൾക്കെതിരെ ഗ്രൂപ്പ് പിടിക്കുവാനും ഒക്കെ സാത്താൻ ഒരുങ്ങി. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇന്നതുപോലൊക്കെ സഭയ്ക്കകത്ത് നടക്കും. സഭയ്ക്കകത്തല്ല, സാത്താൻ നുഴഞ്ഞു കയറി ചിലരിൽ കൂടി വന്ന് സഭയ്ക്കകത്ത് കലക്കലുണ്ടാക്കും. എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അതുകൊണ്ട് ഇത് പകൽക്കാലം ശിക്ഷാവിധിക്കിടയാകരുത്. അതുകൊണ്ടാണ് ഞാൻ നിർത്താൻ പോകുകയാണ്. ഒരു വാക്യം കൂടി നമ്മൾ വായിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സഭാപ്രസംഗി വായിക്കുമ്പോൾ 12-ാം അധ്യായം 14-ാം വാക്യം, ദൈവം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ വരുത്തും എന്ന് നമ്മൾ വായിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചല്ലോ. കുറ്റം സമ്മതിച്ചു പോകും. ഇനി ആവർത്തന പുസ്തകം 32-ന്റെ 33-36 വരെയുള്ള വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാം. ആവർത്തനം വായിച്ച് വീഞ്ഞു കുടിക്കുന്നൊക്കെയാ. മദ്യപാനം ചെയ്തവരൊക്കെ ഓർത്തുവണേ. ബോക്കന്റെ കാളകൂടമാകുന്നു. ദൈവതെല്ലാം മുദ്രയിട്ട് വെച്ചിരിക്കുക. ദൈവം പ്രതികാരം ചെയ്യാൻ പോയാ. ഇനി അങ്ങോട്ട് വായിക്കണ്ട, ഇനി വീട്ടിൽ ചെന്ന് വായിക്കുക. കാരണം നിയമപുസ്തകം 66 അത് ന്യായവിസ്താര സഭ ഇരിക്കാൻ പോകുകയാണ്. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ടോ? വായിച്ച് ന്യായവിസ്താര ഹല്ലേലൂയ. അതായത് 9 മുതൽ വായിക്കുമ്പോൾ ഉണ്ടോ? ഞാൻ നോക്കിയിരിക്കെ
അവൻ ന്യായാസനങ്ങൾ വെച്ചു. വയോധ്യനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്നോ പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നോ. ന്യായവിസ്താര സഭ ഇരുന്നോ. പുസ്തകങ്ങൾ തുറന്നോ. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിയുടെ കാര്യങ്ങളാണ്. 1000 പേർ എന്ന് പറയുമ്പോൾ മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. മണവാട്ടി ആണ് ന്യായവിധിയുടെ മുമ്പിൽ. മണവാട്ടിയാണ്. മണവാളൻ അവിടെ ഇരിക്കും, മണവാട്ടി അവിടെ ഉണ്ട്. അത് നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോഴുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൂതന്മാരെ കൂടെ വിധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ മണവാട്ടിയും മണവാളനും 1000 പ്രൈസ് ദി ലോർഡ് പേർ അവിടെ ഇരുന്നു ന്യായം വിധിക്കുവാൻ. ഹല്ലേലൂയ. ഒടുവിൽ കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു. എല്ലാവരും കോലാട് പോകേണ്ട വഴിക്കൂടെ പോയി ചെമ്മരിയാട് അതിനുവേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് അതും പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മണവാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 6:2-3 വാക്യം വായിച്ച്. ലോകത്തെ ആരാ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏതാ? മണവാട്ടി, കർത്താവിൻ്റെ മണവാട്ടിയാണ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അവരാരാന്നറിയാമോ? നാം ദൂതന്മാരെ കൂടെ വിധിക്കുമെന്നാണ് പറയുന്നു. ദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലെ ദൂതന്മാരല്ല. ഞാനിപ്പോൾ ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന ദൂതനാണ്. ഹല്ലേലൂയ. ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന അടുത്ത ദൂതനാണ് നമ്മുടെ ഷിബു പാസ്റ്റർ. ഇങ്ങനെ ദൂത് കൊടുക്കുന്നവരെയാണ് ദൂതന്മാരെന്ന് പറയുന്നത്. അത് കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതന്മാർ. 2 കൊരിന്ത്യർ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അറിയാവുന്നതെന്ന് വായിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ വേലക്കാരവര് ന്യായം വിധിക്കുന്നവരാണ് യഥാർത്ഥ മണവാട്ടി. അവർ ജയിച്ചവരാണ്. അവരെക്കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു. വായിച്ച്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരുന്ന എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്നു. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നത്തെ പ്രാദേശിക സഭകൾ, കത്തോലിക്ക സഭ മുതൽ ഇന്നത്തെ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വരെ ശുശ്രൂഷിക്കുന്നവരും വിശ്വാസികളും ചെവി തുറന്ന് കേൾക്കുവാൻ. ജയിക്കണം. തോൽപ്പിക്കുവാൻ സാത്താൻ പരിശ്രമിക്കും. നിങ്ങൾ ജയിക്കണം. അവസാനം സാത്താൻ, ഹല്ലേലൂയ, സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നിപ്പൊയ്കയിലേക്ക് അവനോടുകൂടെ കൊണ്ടുപോകുവാൻ അനേകരെ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ പ്രതിവൃത്തി ഇവർ കാണിക്കുന്ന ഈ ദൂതന്മാർ, ഈ പിശാചുക്കൾ നമ്മളെ തകർക്കുവാൻ അവർ ഒരുക്കിയിരിക്കുന്ന കുതതന്ത്രങ്ങൾ കുടുങ്ങാതെ ജയാളിയായി വരുന്നവർക്ക് മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഞാൻ ഇടയ്ക്കുന്ന് കുറച്ചാ പറഞ്ഞേക്കുന്നത്. അതാ ബലസിംഹാസനത്തെക്കുറിച്ചുണ്ട്, പരസിംഹാസനത്തെക്കുറിച്ച് പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. താൽക്കാലികനായ സിംഹാസനമുണ്ട്, അങ്ങനെ ഒക്കെയുണ്ടോ. കാരണം ദാനിയേലിനെ ദൈവം ന്യായം വിധിച്ച് നെബൂഖദ്നേസർ രാജാവിനെ പുരുതീറ്റിച്ചവനാണ്. അത് ഈ ലോകത്ത് തന്നെ ജീവിക്കുമ്പോൾ ന്യായവിധി നടത്തിയിട്ടുണ്ട്.
ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മളെ ന്യായം വിധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എത്ര വർഷം പുലുതീറ്റിച്ചു വനാന്തരത്തിൽ വിട്ട് രാജാവിനെ. അത് ഈ ലോകത്തിലെ ന്യായവിധിയാണ്. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് പലതും പഠിപ്പിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഓണിപ്പോൾ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ന്യായവിധിയെക്കുറിച്ചാണ് കുറച്ചേ പറഞ്ഞുള്ളൂ. അത് ഞാൻ പറയത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജോൺസൺ പാസ് ന്യായവിധിയെക്കുറിച്ച് തൊട്ടുപോയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കാം, വീണ്ടും സ്തുതിക്കാം. നമുക്ക് ഇനിയും കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം മാനിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ സംഭവിക്കും. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുവിടുന്നു. താമസിച്ചാലും വരും നിശ്ചയം. അതുകൊണ്ട് ദൈവജനം കറക്റ്റാ. ദൈവജനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാലേ അത് ഉണ്ടാകുകയുള്ളൂ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുക. കറക്റ്റായിട്ട് സംഭവിക്കും. ഒരു നിമിഷം സഭ കണ്ണടച്ച് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഓണകാലമാണ്. ഇന്ന് വൈകിട്ടത്തേക്ക് ഹല്ലേലൂയ ചീറിപ്പാഞ്ഞ് ഹല്ലേലൂയ മെഡിക്കൽ കോളേജിലേക്ക് ഹല്ലേലൂയ അലാറം അടിക്കുന്ന പോലെ അടിച്ചടിച്ച് എത്രയോ വാഹനങ്ങളാണ് ഓടാൻ പോകുന്നത്. എത്രയോ പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ എത്രയോ കുടുംബം തകരുന്നു. എത്രയോ പേർക്ക് കയ്യും കാലുമില്ലാതെ വരുന്നു. അല്ലെങ്കിൽ ഓണം വരുമ്പോഴും ഒരുപാടെണ്ണം തീരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുക. ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നവർക്ക് പണമുണ്ടാക്കാൻ മതി. എത്രയോ പേരുടെ കൊലപാതകങ്ങൾ, എത്രയോ പേര് ഇവിടെ തകരുന്നു. അതൊന്നും ഗവൺമെൻറ്റിന് നഷ്ടമില്ല. ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഞാൻ ബൈബിൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സാത്താൻ്റെ ഗവൺമെൻറ്റാണ്. ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, അവർക്ക് ഒരു കുടുംബം നശിക്കുന്നതോ അനേകർ നശിക്കുന്നതോ അല്ല ഇവിടുത്തെ ഗവൺമെൻറ്റിനോ. അവർക്ക് ഇവിടെ കൈയിട്ട് അനേകരുടെ പണമെടുക്കണം. അതാണ് അവരുടെ വിഷയങ്ങൾ. പാവപ്പെട്ടവൻ്റെ പൈസയാണ് ഇന്ന് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണം ഇന്ന് തീരും. അതങ്ങനെ ഉണ്ടാകാതിരിപ്പാൻ സഭ പ്രാർത്ഥിക്കുക. അതിലുപരിയായിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകണം. അതിനുവേണ്ടി സഭ പ്രാർത്ഥിക്കണമേ എന്ന വിശേഷാൽ ഓർപ്പിക്കുകയാണ്. നമുക്കൊരു മിനിറ്റ് കണ്ണടയ്ക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി, മദ്യപാനികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും. കർത്താവേ സ്തോത്രം. ഞങ്ങൾ സഭയായി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് രക്തപ്പഴ ഉരുകരുത്, മദ്യപാനികൾ പെരുകരുത്. കർത്താവേ, അതിക്രമങ്ങളും അക്രമങ്ങളും നടക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഭരണാധികാരികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ന്യായാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും മാനസാന്തപ്പെടണം. അവർക്കൊക്കെയും പരിശുദ്ധാത്മാവ് അവരെ കർത്താവെ പിൻപറ്റണം. പരിശുദ്ധാത്മാവിനാൽ അവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഹല്ലേലൂയ ജനത്തോട് കൂടെ ഇരിക്കണമേ. ഭരണാധികാരിയോട് കൂടെ ഇരിക്കണമേ. നിയമജ്ഞന്മാരോട് കൂടെ ഇരിക്കണമേ. ഓ, ജനത്തിൻ്റെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കണമേ. നല്ല ഭരണമുണ്ടാകുവാൻ ദേശത്ത് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. അക്രമങ്ങളും അനീതികളും ഉണ്ടാകാതിരിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിയമജ്ഞന്മാർ ശരിയായ നിയമം നടപ്പിലാക്കുവാൻ, ദൈവത്തിൻ്റെ നിയമം വേണം അവർ നടപ്പിലാക്കുവാൻ. മനുഷ്യൻ എഴുതി വെച്ച നിയമമല്ല, സ്വർഗം എഴുതിയ നിയമത്തിൻ്റെ മുമ്പിൽ ഇവിടുത്തെ ന്യായപീഠങ്ങൾ ഹല്ലേലൂയ എല്ലാം വരണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ദൈവത്തിൻ്റെ ആ നീതിപീഠത്തിൽ വരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയിൽ ആയിരിക്കുന്ന ദൈവമക്കൾ, കർത്താവിൻ്റെ വേല
വേലക്കാർ എല്ലാവരും കർത്താവിൻ്റെ ഹല്ലേലൂയ ആ നിയമത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ വേല ചെയ്യുവാൻ അവരെയും മാനസാന്തരപ്പെടുത്തി ദൈവം കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമേ. എല്ലാവരുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിച്ചാട്ടെ. പ്രതികൂലത്തെ വിടുവിക്കണമേ. അന്ധകാരം അഴിയണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാനികളുടെ മദ്യപാനം മാറണം. കുടുംബകലഹങ്ങൾ മാറണം. കല്യാണം കഴിക്കുവാനുള്ള കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി കൊടുക്കണമേ. ഓ ഹല്ലേലൂയ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കരുതി തക്ക തുണയെ കൊടുത്ത ദൈവമേ, വിവാഹപ്രായമായ ആണും പെണ്ണുമുണ്ടല്ലോ, അവർക്ക് തക്കതായ തുണയെ കർത്താവ് കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടാകണം, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേല ചെയ്യുവാൻ താല്പര്യപ്പെട്ടിവിടെ വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് നാഥാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രതികൂലത്തിൽ നിന്നെല്ലാം വിടുവിച്ചാട്ടെ. ദുഷ്ടന്റെ തീയമ്പകളുടെ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം വിടുവിക്കപ്പെടണം. ദേശം അനുഗ്രഹിക്കപ്പെടണമേ. ഹല്ലേലൂയ. ദേശത്ത് വരുന്ന ഈ ശത്രുവിൻ്റെ വാളിനെ ദൈവം വെട്ടിക്കളയണമേ. അനേകർ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്. അതുപോലെ ചില കുഞ്ഞുങ്ങൾ ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമല്ലോ. ഇന്ന് ഞങ്ങൾ സഭയായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും വിടുവിക്കപ്പെടണമേ. പകർച്ചവ്യാധിയിൽ നിന്ന് വിടുവിക്കണമേ. പിടിമരണത്തിൽ നിന്ന് വിടുവിക്കണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് വിടുവിച്ചാട്ടെ. പകർച്ചവ്യാധിയിൽ നിന്ന്, അറ്റാക്ക് രോഗത്തിൽ നിന്ന്, തളർവാദങ്ങളെ, BP കൂടല്, ഇതിനെല്ലാം വിടുതൽ കൊടുക്കണമേന്ന് നാഥാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടണം. സാമ്പത്തികപരമായൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നാഥാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് മാനിച്ചിരിക്കുക. സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളെ ബഹുമാനപ്പെട്ട ഹല്ലേലൂയ കൗൺസിലർക്കായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനെ കർത്താവ് മാനിച്ചു. അടുത്ത പദവിയുടെ കർത്താവ് കൊടുത്തല്ലോ. അതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ മക്കളെയെല്ലാം അപ്പനേക്കാൾ ഉയർന്ന നിലയിലേക്ക് മക്കൾ കയറി വരണം. അതിനുവേണ്ടി ഞങ്ങൾ സഭയായി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ഭൗതികമായും ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവരുടെ ശത്രു അവരെക്കാൾ ബലവാനായിരുന്നു. അവർ പലപ്പോഴും പ്രിയപ്പെട്ടവനെ തകർക്കാൻ നോക്കിയെങ്കിലും എൻ്റെ ദൈവം ശത്രുവിന് മുമ്പിൽ ഹല്ലേലൂയ തല ഉയർത്തിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ദാവീദ് പാടി, കർത്താവേ, എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ എൻ്റെ തല ഒരിക്കലും കുനിക്കുവാനിടയാകരുതേ. ആ പ്രിയപ്പെട്ടവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശത്രുവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവൻ തല കുനിക്കരുത്. തൻ്റെ കുഞ്ഞുങ്ങൾ പകർന്നു പോകരുത്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ചു. പ്രിയപ്പെട്ടവനെയും തൻ്റെ കുടുംബത്തെയും ശത്രുവിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളും അതിലുപരിയായി വരുവാൻ സഭയായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് പുതിയതായി കടന്നു വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ സഭയായി അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. സഭയുടെ സുശുദ്ധന്മാരായി പ്രവർത്തിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ പലപ്പോഴും പലരും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തെങ്കിലും ദൈവം അവരുടെ കൂടെയുള്ളതിനായി സ്തോത്രം. അവർ കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉള്ളംകൈയിൽ ഈ വേലക്കാരായിരിക്കട്ടെ. അവരെ അപ്രകാരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വിമർശിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ തല ഉയർത്തിപ്പിടിക്കുവാനും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായി ദൈവം അവരെ കയ്യിൽ ദൈവത്തിൻ്റെ കയ്യിൽ അവരെ ഉയർത്തട്ടെ എന്ന് ഈ അവസരത്തിൽ എളിയവൻ പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സത്യമായി പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തന്നിരിക്കും. ഓക്കെ. പ്രൈസ് ദി ലോർഡ്.